തിക്കും തിരക്കും തൃശ്ശൂർ വിളക്കും. അതാണ് എൻ്റെ എല്ലായ്പ്പോഴത്തെയും അവസ്ഥ. സമയം 7:45. ഇന്ന് 31-ാം തീയതിയാണ് ഒക്ടോബർ. നവംബർ 1-ാം തീയതിയാണ് കേരളപ്പിറവി. പക്ഷേ 31-ാം തീയതിയാണ് നമസിയുടെ സ്കൂളിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫാൻസി ഡ്രസ്സിൻ്റെ കോമ്പറ്റീഷൻ. ഡ്രസ്സും കാര്യങ്ങൾ, വള, മാല അതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അരിവാളിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. പക്ഷേ ഒറിജിനൽ അരിവാൾ കൊടുത്തു വിടാൻ പറ്റില്ല, എന്തെങ്കിലും അപകടം ഉണ്ടായല്ലോ. അപ്പോൾ രാവിലെയാണ് കേട്ടോ ഈ അരിവാളിന് എന്ത് ചെയ്യുമെന്ന് ഓർക്കണേ. അപ്പോൾ ഒരു കാർഡ് ബോർഡിൽ ഒരു പാറ്റേണൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. സൈഡിൽ ഒന്ന് തപ്പി നോക്കിയപ്പോൾ ഒരു കഷ്ണം പൈപ്പും കിട്ടിയിട്ടോ. അത് ഞാനിങ്ങനെ ഇതിനായിട്ട് കട്ട് ചെയ്ത് ആ സൈസിലെടുത്തതൊന്നുമല്ല. ആ കട്ടിങ് വേസ്റ്റിൽ ഒരു കഷ്ണം അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നത് ഭാഗ്യവശാൽ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ചടപടാന്ന് പറഞ്ഞിട്ട് ഒരു അരിവാൾ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കത്രികേൻ്റെ തുണി വെട്ടണ കത്രികയാണ് കേട്ടോ. എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം പക്ഷേ മറ്റേ കത്രിക, അതായത് ഞാൻ പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കി എടുത്തു വെച്ചിട്ടുള്ള കത്രിക, ഇത് ചെയ്യാൻ നേരത്തേക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എന്നെ സഹായിക്കാനുള്ള സഹായ കമ്മിറ്റി വന്നിട്ടുണ്ട്. എനിക്ക് പലതരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്നൊക്കെ കേട്ടോ. അപ്പോൾ അതൊന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് 2 പീസ് കാർഡ് ബോർഡ് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് ഫെവിക്വിക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇൻസ്ട്രക്ഷൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒട്ടിച്ചു. ഇനി അരിവാളിൻ്റെ പിടി ആ കാർഡ് ബോർഡിൻ്റെ തന്നെ ഒരു പേപ്പർ കീറി എടുത്തിട്ട് ഞാൻ അതും വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിനൊരു ബേസായി. പക്ഷേ ഇതിങ്ങനെ കൊടുത്ത് വിടാൻ പറ്റില്ലല്ലോ. ഇനി ഇതിനെ ഒന്ന് അക്രിലിക് പെയിൻറ്റ് വെച്ച് ഒന്ന് കോട്ട് ചെയ്തെടുക്കും വേണം. ഇപ്പം തന്നെ 8 മണി കഴിഞ്ഞു. നമുക്ക് 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലാണ് ഒരു 9:30 സ്കൂളിലെത്താനായിട്ട് പറ്റുള്ളൂ. നമസ്വി കുളിച്ചിട്ടില്ല, ഞാൻ കുളിച്ചിട്ടില്ല. അവളെ കുളിച്ച് അവളെ ഡ്രസ്സപ്പ് ചെയ്തെടുക്കണം. നല്ല തിരക്കാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എത്രയൊക്കെ നേരത്തെ കാര്യങ്ങൾ ആക്കി വെച്ചാലും എനിക്കെപ്പോഴും ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് ബാക്കി ഉണ്ടായിരിക്കും. എനിക്കാണെങ്കിൽ ഈ ലാസ്റ്റ് മിനിറ്റ് പരിപാടി ഇഷ്ടമേ അല്ല. ഞാനൊരു ലാസ്റ്റ് മിനിറ്റിൻ്റെ ആളേ അല്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു ഡ്രസ്സാണെങ്കിൽ നമ്മൾ ഇറങ്ങാൻ നേരത്തെ ഞാൻ അതിൻ്റെ കുടുക്ക് തുന്നിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ ഫാൻസി ഡ്രസ്സിനുള്ള പ്രോപ്പർട്ടികൾ നമ്മൾ 1 by 1 ആയിട്ട് റെഡിയാക്കിയിട്ടോ. കുറച്ച് പുല്ല് വീടും ചെത്തി കെട്ടി വെച്ചിട്ടുണ്ട്. ഈ അരിവാളിന് കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതെൻ്റെ മകളുടെ പ്രത്യേക ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് കൊടുക്കണത്. നല്ല ബ്രൗൺ കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബ്രൗണും കൊടുത്തിട്ടുണ്ട്. പെയിൻ്റൊക്കെ കട്ട പിടിച്ച് ഞാനത് ലൂസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ആൻഡ് ഹിയർ വി ഗോ. ഇതാണ് എൻ്റെ കർഷക സ്ത്രീ. ഇതാണ് നമ്മുടെ ഡ്രസ്സ് സെറ്റപ്പ്. അവൾ അത്യാവശ്യം നല്ലോണം പറഞ്ഞു കേട്ടോ. നമ്മൾ അത്യാവശ്യം എഫേർട്ട് ഇട്ടാലും ലാസ്റ്റ് മിനിറ്റ് എഫേർട്ടാണെങ്കിലും അത്യാവശ്യം നന്നായി കുട്ടി പെർഫോം ചെയ്തു. നമുക്ക് പ്രൈസും കിട്ടി. കൺസലേഷൻ പ്രൈസാണ്, നല്ല പ്രൈസും കിട്ടി. അങ്ങനെ നല്ല സന്തോഷമായി. അപ്പോൾ എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ.